ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ ഐൻ ബേബിയുടെ 28 കേട്ടോ, 28 ഡേ ഓഫ് ഐൻ മാലിക്. അപ്പോൾ നമ്മളെല്ലാവരുടെയും സജഷൻസ് പ്രമാണിച്ച് 28-ന് എന്നെ സുന്നത്ത് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അജ്മാനിലുള്ള ദാറൽ കമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ നമുക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ ഇതുപോലെ ബേബി ഉണ്ടായിട്ട് ഇപ്പോൾ അടുത്താണ് ഇങ്ങനെ സുന്നത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആണ് ഈ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ വേറെയും കുറേ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്, ഇങ്ങനെ സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ടൈം കഴിയും തോറും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ വരണേ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊരു 1:30 ആവുന്ന ടൈമിലാണ് ഇറങ്ങിയത്. ഇക്കൊന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു 1:30 വരെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴത്തേക്കും നമ്മൾ റെഡിയൊക്കെ ആയിട്ട് ഇറങ്ങി. ഏകദേശം റാസൽ ഖൈമയിൽ നിന്ന് അജ്മാനിലേക്ക് 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 2:30 ആവുന്ന ടൈമിലാണ് എത്തിയത് കേട്ടോ. പിന്നെ നമ്മളുടെ മുന്നേ തന്നെ ഒരു 2-3 കുട്ടികളുടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പം കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ദേ നിൽക്കുന്നതാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറാണ് ഇങ്ങനെ വന്നിട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബേബിക്ക്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാതും കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ ഈ വന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 2 minutes ഉള്ളൂ നമ്മുടെ കസിൻ്റെ ഒരു വീട്ടിൽ കിട്ടാം. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറന്നിട്ടൊക്കെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് പോവാ. പിന്നെ ഉമ്മ വന്നിട്ടായാലും നമ്മൾ ഇവരുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ, അത് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ അവിടെ എത്തി. അപ്പോൾ അതേ അവിടെയും ഒരു ബേബി ഉണ്ട്, ദുആ എന്നിട്ട പേര്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ ഒക്കെ ഇരുന്ന് അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ച് കാണാൻ പറ്റും. പിന്നെ കുറേ ബിൽഡിങ്സും ഇവിടുന്ന് ഇങ്ങനെ റോഡ് കാണാനായാലും നല്ല അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ റൂം കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടുന്ന് നമ്മളിങ്ങനെ വിൻഡോ ഒക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് വരും നമുക്ക്. പിന്നെ അതേ ഇവർ 2 പേരും കൂടി ഇരുന്നിട്ട് റീച്ചിൽ കാണുന്നുണ്ട്. റുവാക്ക് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ദുആ ബേബിയും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ, അതിലൊക്കെ നോക്കിയിട്ട്. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അവരുടെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെജീർക്കാടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ആളുടെ ബ്രദറും ഫാമിലിയും കൂടിയിട്ട് ഒന്നിച്ച് പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മളും കൂടി വന്നപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാമെന്നുള്ള രീതിയിൽ അൽ അസ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർക്കിൽ കണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇവിടെ എത്തി. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട മുൻപായിട്ടാണ് നമ്മൾ എത്തിയത്. അധികം ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും വേഗം നമ്മളുടെ പൊരിച്ച കടികളും ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ തിരക്കിലായിട്ടാണ്. അപ്പോൾ 2 ഫാമിലീസും കുറച്ച് ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഞാനും ഉമ്മയും ചെയറിലിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇതേ ഇവിടെ താഴെ മാറ്റി ഇടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് കഴിക്കലും കുടിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടീസ് എല്ലാവരും ഇതേ പാർക്കിൽ ബോളായിട്ടും അങ്ങനെ ഓരോ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. റുവ ബേബി ഹാപ്പി ആയിട്ട് ഇതേ സ്പീഡിൽ അവിടെ ഒക്കെ ഇങ്ങനെ ഓടി കളിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറേ ആയി റുവ ബേബിനായിട്ട് പാർക്കിലും ഒക്കെ വന്നിട്ട്. കാരണം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാർക്കിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ റുവാക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുൾ നടക്കുകയാണ്, അവരായിട്ടൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ബോൾ എവിടെ റുവാ? ബോൾ എവിടെ പോയി? അങ്ങനെ പിന്നെ എല്ലാവരുടെയും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കാലത്തെ ഡിന്നറിനായിട്ട് പത്തിരിയും പിന്നെ ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഇക്കയും കൂടിയും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇക്കാനെ വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കുറച്ച് ടൈമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.